വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം. ഇവിടുത്തെ ചൂടെല്ലാം ഇപ്പോൾ കുറഞ്ഞ ശരിക്കും പറഞ്ഞാൽ. അല്ല, അജീമുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അജീമും ഞാനെല്ലാം ആയിട്ട് ഒന്ന് പുറത്ത് നിൽക്കുക. വന്നത് വേറെ ഇടയില്ല, നമ്മളെ ബാറായിലെ മറാസി ഗാലറി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. അജീം എനിക്കെന്താ പറയണ്ടോ? പറയൂ. മണാസി ഗാലറി അത്രേ പറയുള്ളൂ. ഇതുമൊക്കെ നല്ല രസമില്ലേ ഈ ഒരു കണ്ണാടി? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫുള്ളായിട്ട് കാണാം കേട്ടോ. എന്ത് നീറ്റാന്ന് നോക്കിയാൽ കണ്ണാടി ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ എന്നെ കാണാൻ പറ്റുന്നു. അതന്നെ വലിയ കാര്യം. തിരിഞ്ഞു നോക്കുമ്പോൾ ആടെയും കണ്ണാടി. അപ്പോൾ ഇവിടുത്തെ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ പറയുക, ഓരോ സ്ഥലവും നീറ്റായിരിക്കും. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നത് ഫോറിൻസ്, പിന്നെ വല്ല ആൾക്കാർ തന്നെ. പിന്നെ നമ്മളെപ്പോലത്തെ വരുന്നവർ കുറവാണ്. അതെന്ന് വെച്ചാൽ നമ്മളെപ്പോലത്തെ ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. അതെന്ന് വെച്ചാൽ ഏകദേശം എല്ലാ സാധനത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. പക്ഷേ നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ ഡ്രസ്സിനെല്ലാം വില കുറവാണ്. ഞാൻ ആ ഷോപ്പ് കയറിയില്ലേ, അപ്പോൾ അതൊക്കെ വില കുറവാണ്. ഒരു ആംബിയൻസ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം മേലെ കാണുന്നുണ്ടോ? ഈ സംഭവം നല്ല രസമില്ലേ? ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല അല്ലേ? ഇവിടുത്തെ ബാത്റൂം തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്ത് നീറ്റാണ് നോക്കും. ഇവിടുത്തെ ഗ്ലാസ്സൊക്കെ. പിന്നെ ഈ ഒരു പൈപ്പ് വരുന്നത് സെൻസറാണ്. ജസ്റ്റ് ഒന്ന് അരിയത്ത് പോയാൽ തന്നെ വെള്ളമുള്ളത്. അതേപോലെ ഈ ലിക്വിഡിൻ്റെ സാധനവും സെൻസർ കേട്ടോ. ഭയങ്കര മൊത്തത്തിൽ സെൻസറബിൾ ആയിട്ടുള്ളത്. ഓക്കെ ബാ കൈ കഴിക്കാം. എന്താ ബപ്പൂരി? ബാത്റൂം തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല കോഫി ഇങ്ങനെ അടിക്കണേ. ഞാനും വിചാരിക്കുന്നത് സംഭവം ഇതൊരു കോഫി ഷോപ്പാണ്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഓരോ സ്ഥലവും എനിക്ക് തോന്നുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ഉണ്ടാക്കിയത്. ഈ ഒരു ഏരിയ ഒക്കെ നല്ല സിറ്റിംഗ് ഏരിയ, നല്ല രസമല്ലേ? കളർഫുള്ളായിട്ടുള്ള ഓറഞ്ച് കളറ്. അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തേക്ക്. അങ്ങം വരെ എനിക്ക് തോന്നുന്നത് ഇതൊരു മീനിൻ്റെ ഒരു സ്ട്രക്ചറാന്ന് തോന്നുന്നു. ആയി കിട്ടത്തില്ല. ഈ ഒരു ചോക്ലേറ്റ് ഷോപ്പ് നോക്ക് എന്ത് കളർഫുള്ളായിട്ടുള്ളത്. ജസ്റ്റ് നോക്കി നോക്കും. ഇവരെ ഓരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് വെച്ചാൽ നല്ല നീറ്റ് ആയിരിക്കും. നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും എവിടെ പോയാലും. ഇതിപ്പോൾ ഈവൻ ഇപ്പോൾ ബാത്റൂമിൽ പോയില്ലേ, അവിടെ നല്ലൊരു അത്രയും നീറ്റായിട്ടാണ് അവിടെ ആ ഒരു ബാത്റൂം വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചിലപ്പോൾ കുളിച്ചാലോ എന്ന് വിചാരിക്കുക, അത്രയും നീറ്റാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എന്നിട്ട് നേരെ മേലെ ഒരു വലിയ മീൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മീനിൻ്റെ കുട്ടികളാന്ന് തോന്നുന്നു ഈ കാണുന്നത്. അങ്ങനെ വരെ ഉണ്ട് സംഭവം. അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് മേലോട്ടേക്കാണ് പോകുന്നത് അല്ലേ. ഇങ്ങനെ റൗണ്ടപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഏതായാലും മുകളിൽ കയറി നോക്കാം എന്തായാലും. അപ്പോൾ മേലെ കയറിയിട്ടുണ്ട്. അത് കാണിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും തിമിംഗലാന്ന് തോന്നുന്നു. തിമിംഗലത്തിൻ്റെ കുട്ടികളായിട്ടാണ് ഈ ഒരു ഏരിയയിൽ അങ്ങനെ സംഭവം ഉണ്ടാവും. ഇത് തിമിംഗലല്ലേ? നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത്? തിമിംഗലം പോലെ എന്താ എനിക്ക് തോന്നി കേട്ടോ. അല്ല, ഇവിടെ കയറേണ്ടേ കേട്ടോ. അജീബ് തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അക്യൂറേറ്റ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു സംഭവം നമുക്ക് നല്ല രസമല്ലേ? അത്യാവശ്യം ടിക്കറ്റ് റേറ്റ് ഉണ്ട് കേട്ടോ. ഒരു 13 BDI റേഞ്ചിലാണ് വരുന്നത്. അസീമ കയറണമെങ്കിൽ പിന്നെ വരാം. ഏകദേശം ഷോപ്പും നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ഷോപ്പുകളാണ്. അതുകൊണ്ട് നല്ല രസമാണ് ഓരോന്ന് കാണാൻ കേട്ടോ. തോളം നടക്കാനുണ്ട്. നമുക്ക് നടന്ന് കാണാം. അതുപോലെ ഇവിടെ ഒരു സംഭവമുണ്ട്, മറ്റേ വണ്ടിയില്ലേ നമ്മളെ കയറ്റി കൊണ്ടുപോകാൻ. അതുകൊണ്ട് നടക്കാൻ പറ്റാത്തവർക്ക് ഫ്രീ സർവീസാണെന്ന് തോന്നുന്നുണ്ട്. ഓരോ ഷോപ്പും ഇടപെട്ട് നല്ല നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ എന്താ പറയുക വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ഏരിയയിൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്. RG ലൈറ്റ്സ് ആണ് മൊത്തത്തിൽ. അജീമിൻ്റെ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നു ഗൈസ്, കൊള്ളാം. അജീം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സെറ്റ് സംഭവമുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മാനാണോ ഈ കുതിരയാണോ എന്തോ. ഇതിന് 2 കൊമ്പുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എന്താ മൃഗമാണോ ഈ കാണുന്നത്? എന്തായിരിക്കും നിങ്ങളെ അഭിപ്രായം? എന്താ ഇതെന്താ സാധനം? ശരിക്കും പശുവാണോ? അപ്പോൾ അജീമിന് കാലുവേദന എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. പറയൂ, കാലുവേദനാണോ? കാല് ഭയങ്കര വേദന. ഇത് അത്രയും നടക്കാനില്ല സംഭവം. അതാണ് അത്യാവശ്യം നടക്കാനുണ്ട്. അതുകൊണ്ട് അജീം കാലുവേദന എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാലേ ശരിക്കും പറഞ്ഞാൽ കള്ളന് കാല് വേദന വെറുതെ പറ്റിക്കാണ് നമ്മളെ. 3 ഫ്ലോറായിട്ടാണ് ഈ ഒരു മറാസി ഗാലറി എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ.
ഫ്രീ ആയിട്ട് വൈഫൈ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു പണിയും കുഴിയൊന്നും ഇല്ലാത്തവർക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 4-5 മണിക്കൂർ സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാം. അത്രയും കറങ്ങി കാണാനുണ്ട് സംഭവം. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ലക്ഷറീസ് ബ്രാൻഡിൻ്റെ ഷോപ്പുകളുണ്ട്, പിന്നെ കുറച്ച് ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട്, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പം മലയാളീസുകൾ ഇവിടെ വരുന്ന കുറവായിട്ടാണ് നടക്കേണ്ടത്. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ട് വരുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹീലിൽ നമുക്ക് എവിടെ പോകേണ്ടത് ഇതൊക്കെ കറക്റ്റ് നോക്കാം. ഞാനിപ്പം ഷോക്കിൻ്റെ ഒരു ഷോപ്പ് കയറിയാണ്. എൻ്റെ അടുത്ത് ഒരു എന്താ പറയുക, ഒരു വാച്ചിൻ്റെ ഒരു ഇതുണ്ടായിട്ട് സാമ്പിൾ അവിടെ കാണിച്ചു നോക്കി. ഈ സംഭവം അവിടെ ഇല്ല. ഞാൻ വിചാരിച്ച ആടെ കിട്ടും. അതെന്ന് വെച്ചാൽ ഒരുത്തൻ പറഞ്ഞതാണ് ഈ ഒരു സാധനം കിട്ടിയെങ്കിൽ വാങ്ങിക്കും. നമ്മൾ നേരെ കണ്ടില്ലേ, അതിൻ്റെ ഒരു നേരെ വേറൊരു സാധനമാണ് ഇപ്പം കാണുന്നത്. ഒരു ബലൂണ് രീതിയിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളും നല്ല കളർഫുള്ളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തായാലും എന്ന് പറയുന്നത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാളെന്ന് തന്നെ പറയാം. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. എന്തായാലും ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയാൽ കാണാം. എന്നെങ്കിലും കുറച്ച് ക്യാഷ്വലായിട്ട് നമ്മൾ ഇതുപോലത്തെ സ്ഥലത്തെല്ലാം വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സംഭവം പഠിച്ചവൻ നമുക്ക് തരുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കും ഇങ്ങനത്തെ കുറേ അവസരങ്ങളൊക്കെ പഠിച്ചവൻ തരും. ഭാഗ്യമുള്ളവർക്ക് എന്തായാലും അവസരങ്ങൾ തേടി വരുമെന്നല്ലേ. അപ്പോൾ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാവും, ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാവില്ല. നല്ല അടിപൊളി ടാക്കീസ് വരുന്നുണ്ട്, ഐമാക്സ് പ്ലാറ്റിനം എന്നുള്ള കാറ്റഗറിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നടന്നതിന് ശേഷം നമുക്കിങ്ങനെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ. അപ്പോൾ റെസ്റ്റ് എടുക്കുക, അതുപോലെ നമുക്ക് ഫോൺ നോക്കാം, കുറച്ച് കഥ പറയാം. എനിക്ക് ഈ ഒരു സോഫ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു കംഫർട്ടുള്ള സോഫ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് നല്ല അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട്, എന്തായാലും ഇൻസ്റ്റയിൽ വരും. അപ്പോൾ ബഹ്റാനിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള മാള് എനിക്ക് ഇതുവരെ പോയാൽ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു മാളാണ്. എന്ന് വെച്ചാൽ നല്ല ഗുഡ് ഫീല്, അതുപോലെ നല്ലൊരു നമ്മളെ മൈൻഡൊന്ന് റിഫ്രഷ് ആക്കും എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ. എനിക്ക് എന്തായാലും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ട്. ഏകദേശം ഷോപ്പുകളും കാണാൻ നല്ല ഭംഗിയാണ്, കുറേ നല്ല സ്ഥലത്തെല്ലാം നല്ല ആംബിയൻസ്. ഇവിടെ കടലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കടൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ഇങ്ങനെ നമുക്ക് നല്ല ബീച്ച് ഏരിയ ഉണ്ട്, അവിടെ കുറച്ച് ഫുഡ് കോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഏരിയ വരുന്നത്. മരമെല്ലാം തോന്നിയത് ഇത് വേറെ ഏതോ മരമാണെന്ന് തോന്നുന്നു. ആ മരത്തുമ്മലെല്ലാം ലൈറ്റ് കൊടുത്ത് നല്ല രസമുണ്ട് ഈ ഏരിയയിലോ. അപ്പോൾ ബീച്ച് ഏരിയയിൽ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്, സാൾട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഏരിയയിൽ നമുക്ക് മറ്റേ ചളി കൊണ്ടിരിക്കാൻ പറ്റുന്ന കസേരയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് തന്നെ പോവാം. ഞാൻ ഇവിടെ ഒരു മരച്ചോട്ടിലേക്കാണ്, ബട്ട് അജീവത അവിടെ ആരെയോ കാത്തു നിൽക്കുന്ന പോലെ നിൽക്കുന്നു. അതൊക്കെ ആരെയാണ് കാത്തു നിൽക്കുന്നത് മനസ്സിലാക്കില്ല, ഓരെന്തെങ്കിലും പോരാത്ത്. ഞാൻ ഇവയൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചേറെ എന്തോ കാര്യം സാധിക്കാനുള്ള നിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ മാറ്റിയിട്ടുണ്ട്, ഐസ്ക്രീം വാങ്ങിയിട്ടാണ് പിണക്കം മാറ്റിയത് അല്ലേ. നല്ല ടേസ്റ്റ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു കൺട്രിയത്തെ. നല്ലൊരു ഫ്ലേവറാണ്, വാനില തന്നെ, ബട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അസീം പിണക്കം മാറ്റിയിട്ടില്ല, അസീമിൻ്റെ പിണക്കം തുടരുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വെച്ചിട്ട് ഈ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് അറിയില്ല, എന്നാലും നിങ്ങളോട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ പ്രതീക്ഷിക്കാം. അസീമേ ബൈ പറ, ബൈ പറ, ബൈ പറ, ബൈ പറയൂല, ബൈ പറ, ബൈ.